കണ്ണിനും മനസ്സിനും കുളിരണിയിക്കുവാനായി ശലഭോദ്യാനം ഒരുക്കുകയാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത്. പാറപ്പള്ളിയിൽ ഒരുക്കുന്ന ശലഭോദ്യാനത്തിന്റെ നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി നിർവഹിച്ചു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ശലഭോദ്യാനം നിർമ്മിക്കുന്നത്. ഇതിന്റെ നിർമ്മാണോദ്ഘാടനം കോടോമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ പാറപ്പള്ളിയിൽ വെച്ച് നടന്നു. വിവിധയിനം ചിത്രശലഭങ്ങളെ അവയ്ക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥയും പാരിസ്ഥിതിക ഘടകങ്ങളും നൽകി പരിപാലിക്കുക എന്നതാണ് ചിത്രശലഭോദ്യാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രാദേശിക ജീവജാലങ്ങളെ പരിരക്ഷിക്കുവാനും ജൈവ വൈവിധ്യ സംരക്ഷണത്തെപ്പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കാനും ഇതുവഴി സാധിക്കും. ജൈവ വൈവിധ്യ കാർഷിക സംരക്ഷണം ഉറപ്പുവരുത്തുന്നതോടൊപ്പം വിനോദത്തിനായി കണ്ണിന് കുളിർമയേകുന്ന വ്യത്യസ്തമായ പൂക്കൾ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുകയും ഇവിടേക്ക് ശലഭങ്ങളെ ആകർഷിക്കുകയും ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കുട്ടികളുടെ പാർക്കിനോട് ചേർന്നാണ് ശലഭോദ്യാനവും നിർമ്മിക്കുന്നത്. ഇതുവഴി പാർക്കിൽ എത്തുന്നവർക്കും ഇതിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ സാധിക്കും. വാർഡ് വികസന സമിതിയുടെ പിന്തുണയോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി നിർവഹിച്ചു. ഞാനിവിടെ ആദ്യം വരുന്ന സമയത്ത് ഇവിടെ പാറ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ എന്നിട്ടും ദാമോദരനോട് പറഞ്ഞത് ഇപ്പം എനിക്ക് അസൂയ തോന്നും. എന്തായാലും ഞങ്ങളെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയാണ്, ഞങ്ങളാണ് ഇത് സാധിച്ചത്. ഇപ്പം പാറ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കുട്ടികളുടെ പാർക്കിന് നമ്മൾ ആദ്യം കുറച്ച് പൈസ വെച്ചു, പിന്നീട് അത് ചെയ്യുന്നില്ല പറഞ്ഞ് പിന്നീടും വെച്ചു. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഉടനെ തന്നെ ഇവിടെ പാർക്ക് വരും. പാർക്കിലെ കുട്ടികളുടെ കളി ഉപകരണങ്ങൾ വരും. അപ്പോൾ ഒരു നല്ലൊരു സ്ഥലമായിട്ട് ഇവിടെ മാറുന്നുണ്ട് കുട്ടികളുടെ പാർക്ക്. വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദാമോദരൻ, ജോയിന്റ് BDO KG ബിജുകുമാർ, ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ADA സുജിത മോൾ പദ്ധതി വിശദീകരണം നടത്തി. രജനി കൃഷ്ണൻ സ്വാഗതവും ജയരാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.